ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. മരണമില്ലാത്ത മനുഷ്യൻ നമ്മുടെ അക്കിത്തത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കവിതയായിരുന്നു. അബ്ദുറഹ്മാൻ സാഹിബ് സ്വാതന്ത്ര്യ സമര സേനാനിയും ദേശസ്നേഹിയും മനുഷ്യസ്നേഹിയും ഒക്കെ ആയിരുന്ന അബ്ദുറഹ്മാൻ സാഹിബിനെ പരാമർശിച്ചുകൊണ്ട് നമ്മുടെ അക്കിത്തം എഴുതിയ ഒരു കവിതയായിരുന്നു നമ്മുടെ മരണമില്ലാത്ത മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ പാഠഭാഗം മക്കൾക്ക് എല്ലാവർക്കും വളരെ ഈസിയാണ്. എല്ലാവർക്കും ഈ പാഠഭാഗത്തെ പറ്റി ഇപ്പൊ മിസ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടുത്തണ്ട എന്നൊക്കെ അറിയാം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു പാഠഭാഗത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണ് നമ്മുടെ ചോദ്യം? അഭിമുഖ ചോദ്യാവലി. യെസ്, നമ്മൾ ഒരാളുമായിട്ട് ഒരു അഭിമുഖം നടത്തുവാണെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ചോദ്യം ആദ്യം വായിച്ചു നോക്കാം. നിങ്ങളുടെ വിദ്യാലയത്തിലെ ലൈബ്രറിയുടെ ഉദ്ഘാടനത്തിനായിട്ട് പ്രശസ്ത കവി അക്കിത്തം എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മരണമില്ലാത്ത മനുഷ്യൻ എന്ന കവിത നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹവുമായി ഒരു അഭിമുഖം നടത്താൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചാൽ എന്തൊക്കെയാകും നിങ്ങൾ ചോദിക്കുക? 5ൽ കുറയാത്ത ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എന്തൊക്കെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുമ്പ് ആദ്യം കൂട്ടുകാർക്ക് നമ്മുടെ അക്കിത്തം അച്യുതൻ നമ്പൂതിരിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. വെളിച്ചം ദുഃഖമാണുണ്ണി, തപസല്ലോ സുഖപ്രദം. അത് കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവില്ലേ? അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? 1926 മാർച്ച് 18 പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിലാണ് ജനിച്ചത്. വാസുദേവൻ നമ്പൂതിരിയും പാർവതി അന്തർജനവുമാണ് മാതാപിതാക്കൾ. 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, വെണ്ണക്കണ്ണിന്റെ കഥ, ബലിദർശനം, പണ്ടത്തെ മേൽശാന്തി, അതൊരു കവിതയാണ്. അതൊക്കെയാണ്. അതുകൂടാതെ ഇതാ മനസാക്ഷിയുടെ പൂക്കൾ എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികള്. എഴുത്തച്ഛൻ പുരസ്കാരം, ജ്ഞാനപീഠം, വയലാർ അവാർഡ് എന്നിവയും ലഭിച്ചിട്ടുണ്ട്. അപ്പം അക്കിത്തം അച്യുതൻ നമ്പൂതിരിനെ പറ്റി ഒരു കുറച്ച് കാര്യങ്ങൾ കൂട്ടുകാർ ഓർത്തു വെക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചോദ്യാവലിയിലേക്ക് പോവാം. എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം? യെസ്, അങ്ങ് കവിത എഴുതാൻ തുടങ്ങിയത് എത്രാം വയസ്സ് മുതലാണ്? ഓക്കെ, നമുക്ക് ചോദിക്കാല്ലേ, അങ്ങ് കവിത എഴുതാൻ തുടങ്ങിയത് എത്രാം വയസ്സ് മുതലാണ്? യെസ്. അനുഭവങ്ങളാണോ കവിതയ്ക്ക് വിഷയമാകാറുള്ളത്? അതും ഒരു നല്ല ചോദ്യമാണ്. മുഹമ്മദ് അബ്ദുറഹ്മാനെ പോലെ അങ്ങയെ സ്വാധീനിച്ച മറ്റു ധീരദേശാഭിമാനികൾ ആരൊക്കെയുണ്ട്? അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ ചോദിക്കാം, എന്തുകൊണ്ടാണ് താങ്കൾ ഇദ്ദേഹത്തെ പറ്റി മാത്രം ഒരു കവിത രചിച്ചത്? അതൊക്കെ ചോദിക്കാൻ പറ്റൂ കേട്ടോ. പുതിയ തലമുറയോട് അങ്ങേക്കുള്ള ഉപദേശം എന്താണ്? സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ അങ്ങയുടെ കവിതാരചനയെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എപ്രകാരമാണ്? അപ്പൊ ഇതുപോലെയുള്ള വളരെ അർത്ഥവത്തായ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഒരു അഭിമുഖ ചോദ്യാവലി നിങ്ങൾ തയ്യാറാക്കി പരീക്ഷയ്ക്ക് ചോദ്യം വന്നാൽ അടിച്ചു പൊളിച്ച് ഫുൾ മാർക്ക് മേടിക്കുക കേട്ടോ. യെസ്, അവ ഈ ഒരു ക്ലാസ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഗ്രൂപ്പിലും പലതരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ ഷെയർ ചെയ്യുക. ഓൾ സെറ്റ് ആക്കി എടുക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.